ഞാൻ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി. ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രോക്കും അന്നും ഫ്രോക്ക് ഇന്നും ഫ്രോക്ക്. ഈ രാജി ഇപ്പോഴും രാജിയുടെ വർത്താനത്തിനകത്തൊക്കെ ഒരു ഈ ചൈൽഡിഷ്നെസ് ഉണ്ട്, ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. അതെനിക്ക് പ്രായം എത്രയായി? പ്രായം 41 വയസ്സൊക്കെ. പ്രായം പറയല്ലേ, പറയാൻ പാടില്ലേ? എനിക്കറിയില്ല. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ഭയങ്കര നിഷ്കളങ്കമാണ്. ഭയങ്കര നിഷ്കു. ഞാൻ വിചാരിച്ചു പ്രായം ഞാൻ ചോദിക്കുന്ന സമയത്ത് പ്രായം പറയില്ല. വിക്കിപീഡിയ എടുത്ത ആൾക്കാർ നോക്കില്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ല, ഹംസധ്വനി പറഞ്ഞതുകൊണ്ട് പ്രായം പറയാതിരിക്കാൻ പറ്റില്ല. അന്നേ പാടി തുടങ്ങിയതാണോ? അല്ല, അത് ഞാൻ 9 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ ഒരു ഫുൾ ഓർക്കസ്ട്രയിൽ പാടുന്നത്, ഈ പറഞ്ഞ ഫ്രോക്ക് ഇടുമ്പോ തന്നെ. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ എത്ര വർഷമായി? 30 വർഷമായില്ലേ? അപ്പൊ ഇതിപ്പോ പറഞ്ഞപ്പോഴാട്ടോ ഞാൻ ഓർത്തെ. അപ്പോ തടിയും ഈ കുട്ടിത്തൊക്കെ അത് കൊച്ചിലെ തൊട്ട് ഇങ്ങനെ ഈ ഇൻഡസ്ട്രിയിൽ വന്നു. അപ്പൊ എല്ലാരും എനിക്ക് അങ്കിൾമാര്, ചേട്ടന്മാര്, അപ്പൊ എല്ലാരും എന്നെ മോളെ. ഇപ്പോഴും അതെ, ഇൻഡസ്ട്രിയിൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കേട്ടോ, അതിന് പഴയുള്ളവർ എന്നെ രാജി മോളെ വിളിക്കണേ. അത് അപ്പോഴേ തൊട്ട് എന്നെ കണ്ടതല്ലേ. അപ്പം കലാഭവനിൽ പാടുമ്പോഴാണെങ്കിൽ ആ സമയത്ത് അവിടെ മണിച്ചേട്ടൻ, ദിലീപ് ഏട്ടൻ, അവരോടൊക്കെ ഞാൻ ഷോസിന് പോയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഇപ്പോഴും എന്നെ മോളെ എന്നാ വിളിക്കണേ. അപ്പൊ ആ കുട്ടിത്തം അപ്പോഴ തൊട്ട്. പിന്നെ വീട്ടിലാണെങ്കിലും ഞാൻ ഇളയാള്, അപ്പൊ അമ്മമ്മയും മുത്തശ്ശനും അമ്മയും ചേട്ടനും അവരും എന്നെ ഒരു ചൈൽഡ്, അവിടെയും ചൈൽഡ്. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിലും ഞാനാണ് ചെറിയ ആള്. ഹസ്ബൻഡും ഞാനും തമ്മിൽ 8 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു ചൈൽഡ് സംഭവം എനിക്ക് എപ്പോഴും എല്ലാ സമയത്തും ഉണ്ട്. പിന്നെ ഏറ്റവും നല്ലതല്ലേ എന്തിനാണ് എനിക്ക് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്, നിങ്ങളോട് നിരന്തരമായി സംസാരിക്കാൻ തോന്നിയിട്ടുള്ളതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ചൈൽഡിഷ്നെസ്സും, പിന്നെ ഒപ്പം എല്ലാത്തിനെയും വളരെ ഈസി ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അത് ചൈൽഡിഷ്നെസ് അല്ല കേട്ടോ, ചൈൽഡല്ല. ഞാൻ ചില വേണ്ട സ്ഥലത്ത് സീരിയസ്നെസ് ആവും. പക്ഷെ ബേസിക്കലി ഞാൻ ഇങ്ങനെ കുറെ പൊട്ടത്തരൊക്കെ പറയും. പിന്നെ എന്താ പറയാ, ഭയങ്കര അങ്ങനത്തെ ഒരു കോൺഷ്യസോ അങ്ങനെയൊന്നുമില്ല. ഇതാണ് എനിക്കിഷ്ടം. ഇങ്ങനെ തന്നെ പോട്ടെ, ഒരു കുട്ടിത്തം കളി. പക്ഷെ എനിക്ക് തോന്നുന്നു വിദ്യാസാഗർ സാറിന്റെ പാട്ടുകള് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. സാറിന്റെ ഷോയിൽ ഞാൻ വന്ന് കാണുന്ന സമയത്ത് കുറെ പാട്ടുകൾ രാജി പാടുന്നു. അപ്പൊ വിചാരിച്ചു ഇതെങ്ങനെ? സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയും കൊതിയോടുകൂടി നമ്മൾ അവിടെ ഷോയ്ക്ക് വരുമ്പോൾ ഇത്രയും പാട്ട് സാർ എന്തായാലും രാജലക്ഷ്മിക്ക് കൊടുക്കണമെങ്കിൽ അതിനകത്തൊരു ചെറിയ സിംഗർ അല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ലൈവ് സിംഗിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ലൈവ് എല്ലാവരും പാടിയാൽ നന്നാവണമെന്നില്ല. അപ്പോൾ പ്രശസ്തരായ പലരും പാടുമ്പോഴും ലൈവിൽ പാളിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ നിങ്ങൾ ലൈവ് എവിടെ പാടിയിട്ടുണ്ടോ അവിടെ എല്ലാം ബെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് ലൈവ് ഭയങ്കര വേറൊരു പരിപാടിയാണ്. ഭയങ്കര പരിപാടിയാണ്. ലൈവ് പാടിയില്ലേ ഞാൻ തുടങ്ങണേ. റെക്കോർഡിംഗ് ഒക്കെ പിന്നെ ആ ഒരു ഗ്രോത്തിൽ റെക്കോർഡിങ്ങിൽ വന്നതാണ്. പക്ഷെ ലൈവാണ് അന്ന് ഇന്ന് എനിക്ക് ഹരം. അപ്പൊ ലൈവ് പാടുമ്പോൾ നമ്മൾ ആ പാട്ടുകൾ കൃത്യമായ ആ ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് പാട്ടിൽ മാത്രം ശ്രദ്ധിച്ച് പ്രസന്റ് ചെയ്യാന്നുള്ളത് എനിക്ക് കൊച്ചിലെ അമ്മ തന്നിരിക്കുന്ന ട്രെയിനിങ് ആണ്. അപ്പോ വിദ്യാജിയുടെ ഷോയ്ക്കാണല്ലേ രജനീഷേട്ടൻ? വിദ്യാസാഗർ ഷോയ്ക്ക് നോക്കിയപ്പോ കുറേ പാട്ടുകൾ, എനിക്ക് എത്ര പാട്ടാണെന്ന് എണ്ണിയില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു രാജിയാണ് ഏറ്റവും കൂടുതൽ പാട്ട് പാടിയെന്ന് തോന്നുന്നു. അത് ശരിയാണ്, കുറെ പാട്ടിൽ അതൊരു വലിയ ഭാഗ്യം. ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അത് പ്രാക്ടീസ് ഒരാഴ്ചയായിരുന്നു. സാറിങ്ങനെ സാറിന്റെ ലിസ്റ്റുകൾ വെണ്ണില ചന്ദന കിണ്ണം തൊട്ടിങ്ങനെ അവിടെ പ്രാക്ടീസ് ആണ്. അപ്പൊ ഞാൻ പ്രാക്ടീസിന് എല്ലാ ദിവസവും അവിടെ പോയിരിക്കുകയും. അപ്പൊ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓൾറെഡി കുറച്ച് പാട്ടുള്ള ലിസ്റ്റ് തന്നിട്ടുണ്ട്. ചില പാട്ടിൽ പാടാൻ ആളുണ്ടായിരുന്നില്ല. അപ്പൊ എന്നോട് സാറിങ്ങനെ ആരൊക്കെ മൂളുന്നൊക്കെ ഉണ്ട്. അപ്പം എന്നോട് ചോദിച്ചു, ഡു യു നോ ദ സോങ് എന്തോ. ഞാൻ പറഞ്ഞു യെസ് സാർ എന്ന് പറഞ്ഞു. അപ്പം കമോൺ പറഞ്ഞു. അവിടെ ഇപ്പൊ ഒരാഴ്ച എല്ലാ പാട്ടും റിഹേഴ്സലിന് ഓൾമോസ്റ്റ് എല്ലാ പാട്ടും ഞാൻ സാറിന്റെ പാട്ടിൽ പിന്നെ നമുക്കറിയാം, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ. അപ്പം എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ നമ്മൾ ആ ഒരു ഏജ് തൊട്ട് സാറിന്റെ പാട്ടുകൾ കേട്ട് നമ്മൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഈ നമ്മളെ മുക്കിയെടുക്കാറുണ്ടെന്ന് പറയില്ല, ഇമേഴ്സ്ഡ് ആയി പോകാറുണ്ട്. അതേപോലൊരു ഫീല് ചില പാട്ടുകളിലെ ഹമ്മിങ് വരുമ്പോഴൊക്കെ ചിലപ്പോൾ ഹമ്മിങ് ആയിരിക്കും, ഇല്ലെങ്കിൽ അതിന്റെ ബാക്കിൽ കിടക്കുന്ന ഒരു സാധനം കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ പാട്ട് നിരന്തരമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യുന്നുള്ളത്. ഞാൻ സാറിന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സാറ് അന്ന് കുറച്ച് പാട്ടുകളൊക്കെ നോക്കി ഒന്ന് ആദ്യം
അതല്ല എപ്പോഴും സാറിന് നമുക്ക് അങ്ങനെയാണ്, പേടിയാണ്. അപ്പം ആ ഒരു അകലമുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സാറ് പാട്ടുകളൊക്കെ എൻ്റെ അടുത്ത് ഈ പാട്ട് മാറ്റിയിട്ട് നമുക്ക് ഇത് ഇടാല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു സാർ എനിക്ക് മറ്റേ നീലത്താമരയല്ല പകലൊന്നും മാഞ്ഞ രീതിയിൽ. അപ്പം സാർ എന്നെ നോക്കി, ഓഹോ ഭയങ്കര ഫാനാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് സാർ. ഓക്കെ ഓക്കെ, അതൊക്കെ നമുക്ക് ഷോന് പാടാൻ പറ്റും. ഞാൻ പറഞ്ഞു എന്നാലും എനിക്കത് പറയണം. അങ്ങനത്തെ കുറേ പാട്ടുകളുണ്ട്, ഞാൻ അത് അധികം ആരും പറയില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആ പ്രോഗ്രാമിന് ഈ പറഞ്ഞ പോലെ ചാന്തുകുടഞ്ഞൊരൊക്കെ അന്ന് നല്ല, ഞാൻ വിചാരിച്ചതിലും ഭയങ്കര ഫസ്റ്റ് ഹമ്മിങ് ഞാനും നജീമും കൂടി. നമുക്കത് പാടിയ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചാന്ത് കുടഞ്ഞൊരു. അതിന്റെ ഹമ്മിങ് തുടങ്ങുമ്പോൾ തന്നെ ഹമ്മിങ്ങിൽ തന്നെ ഞാൻ വീണു കൊടുത്തൊരു പാട്ടാണ്. ഹമ്മിങ് മാത്രമായാലും മതി, ഇനി പാട്ട് വേണമെന്നില്ല, അത്രയ്ക്കും സൂപ്പർ സാധനമാണ്. അയ്യോ അത് റിഹേഴ്സലിന് പാടുമ്പോൾ തന്നെ സാറിങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് പാടിയില്ലെങ്കിൽ സാർ അപ്പം പറയും ഓക്കെ നെക്സ്റ്റ് പാട്ട് വേറെ ആക്കാമെന്ന് പറയും. അത്രയും സാർ ഓപ്പണായിട്ട് പറയും. അപ്പം എനിക്ക് ഈ പാട്ട് അത്ര ഭ്രാന്താണ്. അത് സുജാ ചേച്ചിയോടൊക്കെ ഷഹബാസൊക്കെയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആക്ച്വലി ഈ പാട്ട് പിന്നെ ഒറ്റയ്ക്ക് പാടുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ ഗിവ് ആൻഡ് ടേക്ക്, ആ ഗിവ് ആൻഡ് ടേക്കിൽ ഒരു മൈക്രോ സെക്കൻഡ് തെറ്റിയ മൊത്തം പോയി. അപ്പൊ ഞാനൊരു കാര്യം തെറ്റിക്കാതെ പാടി നോക്കിയാലോ? അത് പറഞ്ഞപ്പോ ഞാൻ ഒരു വെള്ളി അത് വേണോന്നൊക്കെ. ചിലർക്ക് എന്നെ ഇങ്ങനെ പ്രേരിപ്പിക്കല്ലേ പാടാൻ. ഇപ്പൊ രാജലക്ഷ്മിക്ക് എന്തായാലും എന്നെ അറിയാം. അതെ, എന്നെ കുറച്ച് പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നൂടെ? അല്ല പാട്ട് ഭയങ്കര ഇതാണെന്ന് എനിക്കറിയാം. ഇവിടം വരെ ഉണ്ടെന്ന് എനിക്കറിയാം. പുറത്തേക്ക് വരത്തരുത്, ഇവിടം വരെ ഓക്കെ, അങ്ങനെയല്ല. ഈ പാട്ടായത് ഉള്ളിൽ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇത് പുറത്തേക്ക് വിടണം. ഇത് പാട്ട് അയ്യോ ഇതൊക്കെ പാടുകയാണെങ്കിലേ ആ പാടിയ സുജാത ചേച്ചി തന്നെ ഇനി അത് വീണ്ടും പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചേച്ചി തന്നെ പറയും വേണ്ട മോനെ നന്നായിട്ട് ഞാൻ പാടി വെച്ചിട്ടുണ്ട് എന്ന് പറയും. അത്രയ്ക്ക് അസാധ്യ പാട്ടല്ലേ. അപ്പൊ ഞാൻ പാടി നോക്കാം. പക്ഷെ ഈ പറഞ്ഞ എനിക്ക് ഇപ്പുറത്തൊരു കുറ്റി വേണം, എന്നാലേ അത് വരുള്ളൂ. എന്നാലും ഞാനിവിടെ മയിൽക്കുറ്റിയായിട്ട് അത് പറ്റില്ല. പാടണം. ഇങ്ങനെ പോവും. അതാ ഞാൻ പറഞ്ഞത്. അവസാനത്തെ പോർഷൻ അത് ഓഹോ അത് മേല് പാടുമ്പോ അതാണ് സാധനം. അത് കൊണ്ട് നിർത്തുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ തലേക്ക് ഇങ്ങനെ പെരുത്ത് വരില്ലേ. ഞാൻ ഓരോ പ്രാവശ്യം ഈ പാട്ട് ആ ഹമ്മിങ് ഇല്ലാതെ ഒരു തരത്തിലും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമല്ല. അതിങ്ങനെ പീക്കിൽ കൊണ്ട്